നമസ്കാരം. IRGC കുവൈറ്റിനെ ആക്രമിച്ചുകൊണ്ട് തങ്ങളുടെ ശൗര്യം പ്രകടിപ്പിച്ച വിവരം വാർത്തകളിലൂടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കുവൈറ്റിൻ്റെ എയർപോർട്ടിലാണ് ആക്രമണം നടന്നത്. സിവിലിയൻ എയർപോർട്ടിലാണ്. പൊതുവെ ഇറാൻ്റെ ആക്രമണങ്ങളൊക്കെ സിവിലിയൻ സ്ഥലങ്ങളിലാണ് സംഭവിക്കുക. IRGC അത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സിവിലിയൻ സൈറ്റിനല്ല ആക്രമിച്ചത്, ഞങ്ങൾ അമേരിക്കയുടെ അവിടെയുള്ള ബേസിനെയാണ് ആക്രമിച്ചത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അവർ എന്തായാലും ബേസിലേക്ക് അയച്ച സാധനം പോയി വീണത് സിവിലിയൻ എയർപോർട്ടിലാണ്. 60 പേർക്ക് പരിക്കുണ്ട്, ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം സ്ഥലങ്ങളിൽ ആരും മരിച്ചാൽ അത് ഇന്ത്യക്കാരായിരിക്കും. കാരണം അവിടുത്തുകാരെ കഴിഞ്ഞും കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. അപ്പോൾ ഈ മരിച്ച ആൾ ഇന്ത്യക്കാരനാണ്. പരിക്കേറ്റ 60 പേരിൽ മലയാളികളുമുണ്ട്, ധാരാളമായിട്ട് ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗാളികളുണ്ട്. കുവൈറ്റ് പൗരന്മാരുണ്ടോ എന്നുള്ള കാര്യത്തിൽ നിശ്ചയമില്ല. എന്തായാലും കുവൈറ്റിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. നേരത്തെ ബഹ്റൈനിലും ആക്രമണം നടത്തിയിരുന്നു. അപ്പോൾ IRGCയുടെ ക്രൗര്യം അവർ പ്രകടിപ്പിക്കുന്നത് ഈ കുവൈറ്റിനെയും ബഹ്റൈനെയും ഒക്കെ ആക്രമിച്ചുകൊണ്ടാണ്. ഇതിനെ സംബന്ധിച്ച് അറാക്ചി പറഞ്ഞത് ഇത് സെൽഫ് ഡിഫെൻസ് ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൂടാതെ അദ്ദേഹം അതിനോട് കൂടെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. വാട്ട് സാങ്ഷൻസ് ആൻഡ് വാർ ഫെയിൽഡ് ടു അച്ചീവ് വോണ്ട് ബി വൺ വിത്ത് മോർ വാർ. അതായത് യുദ്ധത്തിനും ചർച്ചകൾക്കും നേടാനാവാത്ത കാര്യം കൂടുതൽ യുദ്ധം കൊണ്ട് നേടിയെടുക്കാനാവില്ല എന്ന് അദ്ദേഹം ഇതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞു. അതായത് സെൽഫ് ഡിഫെൻസ് ആണ് എന്ന് പറഞ്ഞു, അക്കൂട്ടത്തിൽ ഇതും കൂടി പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞത് IRGCയോടാണോ അല്ല അമേരിക്കയോടാണോ എന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും ശരി, അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ട്രംപ് US ഇതിന് പ്രതികാരമായി ചെയ്തത് ഖ്വാഷം ഐലൻഡ് എന്ന് പറയുന്ന അവരുടെ ഒരു ഐലൻഡുണ്ട് ഇറാൻ്റെ. ആ ഐലൻഡിൽ വളരെ വ്യാപകമായ തോതിൽ അവരുടെ മിലിറ്ററി സൈറ്റുകളുടെ മേലെ ഇതിന് ശേഷം US ആക്രമണം നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എ ഫോർത്ത് വൺ. അപ്പോൾ നേരത്തെ 3 ചെയ്തിരുന്നു. അതിന് പ്രതികാരം എന്ന നിലയിലാണ് ഇപ്പോൾ ഇവർ ചെയ്തതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞത് അതിൻ്റെ കൂടെ IRGCയുടെ മൗത്ത് പീസുകളായിട്ടുള്ള ടാസിം മുതലായ ന്യൂസ് ഏജൻസികൾ പറയുന്നത് ചർച്ചയൊക്കെ കഴിഞ്ഞു, ഇനിയൊരു ചർച്ചയില്ല, യുദ്ധം മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആത്മഹത്യാ സ്ക്വാഡാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് കൊന്നു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് കയറി നിൽക്കുന്ന ഒരു സ്ക്വാഡാണ്. തങ്ങളുടെ തലവനായിട്ടുള്ള ഖമനയെ നിങ്ങൾ വധിച്ചു കളഞ്ഞു. അപ്പം അയാളെ സംരക്ഷിക്കലായിരുന്നു തങ്ങളുടെ ജോലി. അപ്പോൾ അയാളെ സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല എന്ന് മാത്രമല്ല, അയാളുടെ ചുറ്റുവട്ടത്തിലുള്ള ഇറാന് നേതൃത്വം നൽകിയിരുന്ന മുഴുവൻ ആളുകളെയും ഇസ്രായേൽ വധിച്ചു. അപ്പോൾ അത് സംരക്ഷിക്കാൻ കഴിയാതെ വന്നതോടെ ഇനിയിപ്പം ആത്മഹത്യ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അവർക്ക് ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ തന്നെത്താൻ ചാവുന്നതിനെ കഴിഞ്ഞ് നല്ലത് ഈ അമേരിക്കയുടെ കൈകൊണ്ട് ചാവുകയാണെങ്കിൽ മറ്റേ സ്വർഗത്തിൽ കിട്ടാവുന്ന റിവാർഡ് കുറച്ചും കൂടി കൂട്ടി കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷേ IRGC ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഏർപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞത് ഇനി നെഗോസിയേഷൻ ഒന്നുമില്ല, യുദ്ധം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രംപ് അതിനിടയിലൂടെ പറയുന്ന നെഗോസിയേഷൻസ് ആർ ഗോയിങ് വെരി വെൽ. ഈ നെഗോസിയേഷൻസ് നടക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. അത് എപ്പോഴേക്കും അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല, പക്ഷേ നെഗോസിയേഷൻ നടക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം അറാക്ചി ഇതിനെക്കുറിച്ച് പറയുന്നത് നെഗോസിയേഷനിൽ പ്രോഗ്രസ് ഇല്ല, നോ പ്രോഗ്രസ് ഈസ് ദർ ഇൻ നെഗോസിയേഷൻ. പക്ഷേ ചാനൽസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആർ ഓപ്പൺ. ഈ ചർച്ചയ്ക്കുള്ള ചാനലുകൾ അത് ഓപ്പൺ ആണെന്നാണ്. അപ്പം IRGCയുടെ ഭാഷ്യമല്ല അറാക്ചിയുടെ ഭാഷ്യമെന്ന് മനസ്സിലാക്കണം. അറാക്ചി പറഞ്ഞു യുദ്ധം കൊണ്ടൊന്നും നേടാനാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് IRGCയോടാണോ അല്ല അമേരിക്കയോടാണോ എന്നുള്ള കാര്യം ഉറപ്പില്ലാത്ത രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത്. 2, IRGC കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ചർച്ചകൾ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും അറാക്ചി പറയുന്നത് ചാനൽസ് ഓപ്പൺ ആണ്, പക്ഷേ ഇപ്പോൾ ചർച്ച നടക്കുന്നില്ല എന്നാണ്. അതായത് അദ്ദേഹം പാർഷ്യലി IRGCയോടും കൂടിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് 2 കൂട്ടരെയും നോക്കണം. IRGC അദ്ദേഹത്തിന് ഭയമുണ്ട്, എന്നാലും ഭയത്തിൻ്റെ അളവിലൊരു കുറവുണ്ട്. അപ്പം അത് ആ രീതിയിലാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ഇതിനകത്ത് വേറൊരു സംഗതി മനസ്സിലാവുന്നു. ഇവരുടെ ഈ കോംപ്രമൈസ് ടോക്കിൽ ഏറ്റവും വലിയ ഹഡിൽസായിട്ട് നിൽക്കുന്നത് ഒന്ന്, ഇവരുടെ ഈ ഫ്രോസൺ ക്യാപിറ്റലുകൾ വിവിധ രാജ്യങ്ങളിൽ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു അത് ഏകദേശം ഒരു 125 ബില്യൺ ഡോളേഴ്സോളം വരും. അപ്പോൾ അതിൽ നിന്ന് ഒരു 20%, ഒരു 20-25 ബില്യൺ വളരെ വേഗം അൺഫ്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഇറാൻ്റെ ചർച്ചകളിലെ ഒന്നാമത്തെ ഡിമാൻഡ്. ആദ്യം അത്രയും പണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് തരണം. കാരണം പണത്തിന് അത്രയും ക്ഷാമമാണ്. IRGC അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പണമില്ല, ശമ്പളം കൊടുത്തിട്ടില്ല, രാജ്യത്തെ ജനത്തിൻ്റെ പട്ടിണി വിട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇത് കിട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ അവരുടെ താല്പര്യം. രണ്ടാമത്തെ അവരുടെ പ്രധാന താല്പര്യം ഈ ഇസ്രായേൽ ലെബനോണിൽ ചെയ്യുന്ന സംഗതിയാണ്. ഇസ്രായേൽ ലെബനോണിൽ അതിശക്തമായ അടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ വേഗം ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ലെബനോണിൽ. അവർ സദേൺ സൈഡിൽ നിന്ന് മുൻപോട്ട് പോയി ഇന്നലെ ക്യാപിറ്റൽ പിടിക്കും എന്നൊരവസ്ഥയെ.
അപ്പോൾ ലെബനോണിൻ്റെ ക്യാപിറ്റൽ ബെയ്റൂറ്റ് പിടിക്കുമെന്നൊരു സാഹചര്യം വന്നപ്പോൾ ഇറാൻ വെഹമൻ്റായിട്ട് എതിർത്തിട്ടുണ്ടാവണം. എന്തായാലും ട്രംപും നെതന്യാഹുവും തമ്മിൽ അതിൻ്റെ പേരിൽ വാഗ്വാദങ്ങളുണ്ടായെന്നും ട്രംപ് തന്നെ പറയുന്നു. ട്രംപ് നെതന്യാഹുവിനെ യു ക്രൈസി എന്ന് വിളിച്ചു എന്നുമാണ്, ഭ്രാന്തമായ രീതിയിൽ പെരുമാറുന്ന ആൾ എന്ന് വിളിച്ചു എന്നുമാണ്. തിരിച്ച് എന്താണ് നെതന്യാഹു വിളിച്ചതെന്നുള്ളത് ട്രംപ് പറഞ്ഞില്ല. എന്തായാലും ശരി, അത് ഞങ്ങൾ രണ്ടുപേരോട് പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയെന്ന് പിന്നീട് രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ കോൺവെർസേഷൻ ഇടയിലൂടെ താൻ ക്രൈസി എന്ന് വിളിച്ചു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഈ ലെബനോണിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് എന്തായാലും ശരി, ഇവർ ഇറാനുമായി ഒരു പാക്ട് ഒപ്പിടുന്ന സമയത്ത് അമേരിക്കയ്ക്ക് ലെബനോണിലെ ആക്രമണങ്ങൾ കൂടി നിർത്തിവെക്കുമെന്ന തരത്തിലുള്ളൊരു പാക്റ്റിലേക്ക് എത്തിക്കാൻ ഇറാൻ എന്തായാലും നിർബന്ധിക്കും. കാരണം അവരുടെ പ്രൈമറി കണ്ടീഷൻസിൽ ഒരെണ്ണം അതായിരിക്കും. ഒന്ന്, അൺഫ്രീസിങ് ഓഫ് ദി അസറ്റ്സ്. 2, ഈ ലെബനോണിലെ ആക്രമണം നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നെഗോസിയേഷനിൽ അവർക്ക് വേണ്ടത് ഈ ന്യൂക്ലിയർ മെറ്റീരിയലാണ്. ന്യൂക്ലിയർ മെറ്റീരിയൽ വേണം. ദെൻ ഈ ഹോർമുസ് കടലിലേക്ക് തുറക്കണം. ഹോർമുസ് കടലിലേക്ക് തുറക്കണമെന്ന് പറയുമ്പോൾ ഇറാൻ്റെ എല്ലാ പോർട്ടുകളും അമേരിക്ക കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇന്നലെയും ഇറാനിലേക്ക് പോയ ഒരു കപ്പൽ വാണിംഗ് കേൾക്കാതെ മുന്നേറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കപ്പലിനെ ഡീഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡീഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ റൂം മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കടലിൽ അനങ്ങാൻ പറ്റാത്ത നിലയിലാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം 6-7 ഷിപ്പുകളായി അമേരിക്ക ചെയ്യുന്നു. അതായത് ഇറാൻ്റെ ഉള്ളിലേക്കോ പുറത്തേക്കോ ഒരു തരത്തിലും ഒരു കപ്പലിനും പോകാനാവില്ല. അപ്പോൾ അത്തരത്തിൽ അത് പിടിച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ മറ്റു രാജ്യങ്ങൾ അനുഭവിക്കുന്ന ചോക്കിംഗ്, ശ്വാസമുട്ടലിൻ്റെ എത്രയോ ഇരട്ടി ഇറാൻ അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നെഗോസിയേഷൻ വരുമ്പോൾ അവരുടെ ഏറ്റവും ആദ്യത്തെ ഡിമാൻഡ് ഈ ലെബനോണിലെ ആക്രമണം നിർത്തണം എന്നുള്ളതാണ്. പിന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ ബെയ്റൂട്ടിൻ്റെ ഒരു പകുതി മുതൽ തെക്ക് ഇങ്ങേ അറ്റം വരെയാണ് ഈ ഹിസ്ബുള്ളയുടെ സ്ട്രോങ് ഹോൾഡും അതുപോലെ മുസ്ലിം പോപ്പുലേഷനുള്ളത്, ഷിയ പോപ്പുലേഷനുള്ളത്. അപ്പോൾ ആ ഷിയ പോപ്പുലേഷനുള്ള റീജിയൻ മുഴുവനായിട്ടും പിടിച്ചു കയ്യിൽ ഒതുക്കുക, അതിൽ ബെയ്റൂട്ട് അടക്കമുള്ള ഭാഗങ്ങൾ കയ്യിലടച്ച് ഒതുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇപ്പോൾ ലെബനോൺ വാസ്തവത്തിൽ ഇതിനകത്ത് ഒരു പരിധിവരെ ന്യൂട്രലായി നിൽക്കുകയാണ്. ജോസഫ് ആവുണ്ട് നേതൃത്വമുള്ള ഗവൺമെൻറ്, ലെബനോൺ ഗവൺമെൻറ് ഇതിന് വെഹമെൻ്റായിട്ട് അവർ ഒച്ചയൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ഇസ്രായേൽ ആക്രമണങ്ങളെ ചെറുതായിട്ടൊന്ന് അങ്ങനെയൊന്നും ചെയ്യരുത് ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നില്ലാണ്ട് അവർ നിർത്താൻ ഒരിക്കലും പറയുന്നില്ല. അപ്പോൾ ഇപ്പോഴേ ഇവർ തമ്മിലുള്ള 4ാം വട്ട നെഗോസിയേഷൻ US നടക്കുകയാണ്, പീസ് ടോക്കുകൾ. പിന്നെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നത് ഇസ്രായേലെ ഈ ഭാഗങ്ങൾ പിടിച്ചെടുത്ത ഭാഗങ്ങൾ നല്ലൊരു അവർ പിടിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നതിനാണ്ട് ഒരു 75% അവർ കയ്യിൽ ഒതുക്കി കഴിഞ്ഞു. നമ്മൾ ഇന്നലെ ഒരു കോട്ട പിടിച്ച കാര്യമൊക്കെ പറഞ്ഞു. അതിനോട് അടുത്തൊരു ടൗണുണ്ട്. ആ ടൗണിലേക്ക് കയറും വലിയ രക്തച്ചൊരിച്ചുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഇസ്രായേൽ ഇപ്പോൾ കയ്യിലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് സ്ഥലങ്ങൾ അത് പൈലറ്റ് സോൺസ് എന്ന് പേരിട്ടുകൊണ്ട് അത് ലെബനീസ് സേനയ്ക്ക് കൈമാറാൻ തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ലെബനോണിനെ എങ്ങനെയെങ്കിലും ലെബനോണിലെ ഔദ്യോഗിക ഗവൺമെൻറ്റിന് ഈ ഹിസ്ബുള്ളയെ തീർത്തുകൊണ്ട് ഔദ്യോഗിക ഗവൺമെൻറ്റിന് മേൽക്കൈ നേടിക്കൊടുക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക ഗവൺമെൻറ് പരിപൂർണ്ണ നിയന്ത്രണം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഇസ്രായേലിന് ഈ ലെബനോണിനെ പിടിച്ചു വയ്ക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിളായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ ഹിസ്ബുള്ളിനെ തകർത്തുകൊണ്ട് അവിടെ ലെബനീസ് ഗവൺമെൻറ് അധികാരം സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇസ്രായേൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ഹിസ്ബുള്ള ലെബനോണിലെ ഓൾറെഡി ഉള്ള പട്ടാളത്തെ അവർ ഒരു തരത്തിൽ ഷണ്ഡീകരിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അതിന് ഒരു കേപ്പബിലിറ്റി ഇല്ലാത്ത നിലയിലേക്ക് ആക്കി കളഞ്ഞു. അപ്പോൾ ആ പട്ടാളത്തെ പുനരുജ്ജീവിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു പണിയും കൂടി ഒരുപക്ഷെ ഇസ്രായേലിനുണ്ട്. അപ്പോൾ അത് US സഹായത്തോടു കൂടി US പട്ടാളത്തോടെ ഇറക്കി തരാമെന്ന് ട്രംപ് പറഞ്ഞു. പക്ഷേ US സഹായിക്കാം, ട്രെയിനിങ് കൊടുക്കാം, ആയുധങ്ങൾ കൊടുക്കാം. അങ്ങനെ US സഹായത്തോടെ ലെബനോണിൻ്റെ സേനയെ പരിപൂർണമായും സജ്ജീകരിച്ച് ഈ ഇസ്രായേൽ പിടിച്ചെടുത്ത സ്ഥലങ്ങളിലൊക്കെ അവരുടെ നിയന്ത്രണത്തിലാക്കിയെടുക്കുകയും പിന്നീട് ബാക്കിയുള്ള ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിരായുധീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു ക്ലോസ് ആയിട്ട് മനസ്സിലാവുന്നത്. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ച് അവസാനത്തെ ഹിസ്ബുള്ളയും തോക്ക് വെക്കുന്നത് വരെ വെടിനിർത്തൽ എന്നൊരു വാക്ക് ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ തകർക്കും എന്നുള്ളതാണ് അവരുടെ നിലപാട്. അപ്പോൾ ഈ നിലപാടും കൂടി ഈ ഇസ്രായേലിനെ ഒന്ന് ഒതുക്കിയ ശേഷം മാത്രമേ ഈ ഇറാൻ്റെ ചർച്ച ഇനി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇപ്പം IRGCയെ സംബന്ധിച്ച് ഇറാനെ കഴിഞ്ഞും അവർ കൂടുതൽ താല്പര്യമുള്ളത് ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടി ഇസ്രായേലിനെ തൊട്ടടുത്ത് അവർ കൊണ്ട് പ്ലാൻ ചെയ്ത് വലിയ എഫേർട്ട് എടുത്ത് വലിയ പണച്ചെലവ് നടത്തി അവർ വളർത്തിയെടുത്ത ഹെസ്ബുള്ള, ഹമാസ്, ഹൂത്തി ഈ സാധനങ്ങളാണ് ഒരുപക്ഷെ ഇറാനെ കഴിഞ്ഞും അവരുടെ വലിയ താല്പര്യം. അപ്പോൾ അതിൽ ഹമാസിനെ ഓൾമോസ്റ്റ് കൊന്നു. ഇന്നലെയും ഗാസയിൽ വലിയ തോതിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, 9 പേരെ കൊന്നിട്ടുണ്ട്. അപ്പം ഹൂത്തി ഓൾമോസ്റ്റ് സൈലൻ്റാണ്. അവരുടെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അമേരിക്ക പലതവണ അവരെ ഇട്ട് അലക്കിയതാണ്. ഈ ഹെസ്ബുള്ളയാണ് ബാക്കി കുറച്ചെങ്കിലും ചാവുകയും വീണ്ടും പുനരുജ്ജീവിക്കുകയും ചാവുകയും പുനരുജ്ജീവിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തെ പൂർണ്ണമായും കൊന്നു തീർക്കുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്തതാണ്. വാസ്തവത്തിൽ ഈ കുവൈറ്റിനെയും ബഹ്റൈനെയും ഒക്കെ ആക്രമിക്കുന്ന IRGCയുടെ ഒന്നാമത്തെ വിരോധം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച്
അദ്ദേഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇന്നലെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചറിഞ്ഞതുപോലെ അമേരിക്കൻ കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ളൊരു പ്രമേയം പാസ്സായിട്ടുണ്ട്. അദ്ദേഹത്തിന് ട്രംപിന് ഒറ്റയ്ക്ക് ഇറാൻ്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ സാധിക്കുകയില്ല എന്ന നിലയിലൊരു പ്രമേയം പാസ്സായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഡെക്കറേറ്റീവ് വിലയേ ഉള്ളൂ എങ്കിൽ പോലും അത് വാസ്തവത്തിൽ പൊതുജനത്തിൻ്റെ മനസ്സാണ് കാണിക്കുന്നത്. അമേരിക്കയിൽ നമുക്കറിയാവുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അസാധ്യമായ പവറാണ്. പക്ഷേ അതിന് താഴെ 2 ഹൗസുകളുണ്ട്. അതിലൊന്ന് സെനറ്റ് എന്ന് പറയും, 2 ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയും. ഈ സെനറ്റ് എന്ന് പറയുന്ന ആ സംവിധാനത്തിന് 100 മെമ്പേഴ്സാണുള്ളത്. ആ 100 മെമ്പേഴ്സ്, അമേരിക്കയ്ക്ക് 50 സ്റ്റേറ്റുകളുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്നും 2 മെമ്പറുകളെ വീതം ഇലക്റ്റ് ചെയ്ത് എത്തിക്കുന്നതാണ് സെനറ്റ് എന്ന് പറയുന്നത്. ഇനി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് പറയുന്ന 453 അംഗങ്ങളുള്ള നമ്മുടെ പാർലമെൻറ്റിന് സമാനമായ ഒരു സംവിധാനവുമുണ്ട്. ആ സംവിധാനം 50 സ്റ്റേറ്റുകളിൽ നിന്ന് ഇലക്ട് ചെയ്താണ് വരുന്നത്. പക്ഷേ ഓരോ സ്റ്റേറ്റുകളുടെയും ജനസംഖ്യയ്ക്കനുസരിച്ചാണ് സ്റ്റേറ്റുകളിൽ നിന്ന് ഇതിനകത്ത് പ്രാതിനിധ്യം ഉണ്ടാവുക. അപ്പം സെനറ്റുണ്ട്, അതിനിടയിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ് ഇപ്പോൾ ട്രംപിനെതിരായി പ്രമേയം പാസ്സാക്കി എന്ന് പറയുന്നത്. ഇനി ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ആയിക്കൊള്ളട്ടെ, സെനറ്റ് ആയിക്കൊള്ളട്ടെ, ഏത് പ്രമേയം പാസ്സാക്കിയാലും പ്രസിഡൻറ്റിന് അത് വീറ്റോ ചെയ്യാം. അങ്ങനെ വീറ്റോ ചെയ്ത പ്രമേയത്തെ റീഇമ്പോസ് ചെയ്യണമെങ്കിൽ 3/2 ഭൂരിപക്ഷത്തോടുകൂടി ആ പ്രമേയങ്ങൾ വീണ്ടും സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും പാസ്സാക്കേണ്ടി വരും. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊന്നും ഒരു തരത്തിലും സാധ്യതയുള്ള സംഗതിയല്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നവംബർ 6-ന് ഇവിടെ മിഡ് ടേം പോൾസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ മിഡ് ടേം പോൾ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ പ്രസിഡൻറ്റിനെ നേരിട്ട് സെലക്ട് ചെയ്താൽ പ്രസിഡൻറ്റിൻ്റെ ടേം 4 വർഷമാണ്, വൈസ് പ്രസിഡൻറ്റിനെയും നേരിട്ട് സെലക്ട് ചെയ്യുകയാണ്, അദ്ദേഹത്തിൻ്റെ ടേം 4 വർഷമാണ്. അപ്പോൾ അവർ 4 വർഷം അവരിരിക്കും. അപ്പോൾ അതിനിടയിലൂടെ ഈ സെനറ്റിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ മെമ്പറിനും 6 വർഷത്തെ കാലാവധിയാണ്. നമ്മൾ പറഞ്ഞതുപോലെ 100 മെമ്പേഴ്സാണ് അതിലുള്ളത്. എല്ലാ മെമ്പേഴ്സിനും 6 വർഷത്തെ കാലാവധിയുണ്ട്. പക്ഷേ ഈ 6 വർഷത്തെ കാലാവധിയുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഒന്നിച്ചല്ല ഇലക്ട് ചെയ്യുന്നത്. അത് ഓരോ 2 വർഷം കൂടുമ്പോഴും അതിൽ 3/1 മെമ്പേഴ്സിനെ വീതം ഇലക്ട് ചെയ്യുന്ന രീതിയാണുള്ളത്. അതനുസരിച്ച് ഇപ്പോഴത്തെ സെനറ്റിലുള്ള 33 അംഗങ്ങൾ അവരുടെ 6 വർഷത്തെ കാലാവധി പൂർത്തിയാകുന്നുണ്ട്. അപ്പോൾ ആ 33 സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ നവംബർ 6-ന് വരുന്നു. അപ്പം പുതിയ 33 അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. 2 ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്കുള്ളവർക്ക് ഉള്ള കാലാവധി എന്ന് പറയുന്നത് വെറും 2 വർഷം മാത്രമാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ കാലാവധി തീരുകയാണ്. അതിലേക്കുള്ള പരിപൂർണമായ ഇലക്ഷൻ നടക്കുന്നതും ഈ പറയുന്ന നവംബർ 6-നാണ്. അപ്പോൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലേക്കുള്ള 435 അംഗങ്ങളുടെ ഇലക്ഷനും അതിനേക്കാൾ പവർഫുള്ളായിട്ടുള്ള സെനറ്റിലേക്കുള്ള 1/3 അംഗങ്ങളുടെ ഇലക്ഷനും നടക്കുന്ന ഈ മിഡ് ടേം പോളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി എങ്ങനെ ഫെയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രകടനം എന്താണ് എന്നുള്ളത് പ്രസിഡന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ റിപ്പബ്ലിക്കൻ പാർട്ടി പിന്നോട്ട് പോവുകയാണെങ്കിൽ പ്രസിഡന്റിൻ്റെ ഭരണം ജനത്തിന് അശേഷം ഇഷ്ടമില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ ഇപ്പോൾ ഈ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ വന്ന ഈ ഒരു പ്രമേയം തന്നെ സൂചിപ്പിക്കുന്നത് ഇറാൻ വിഷയത്തിൽ ട്രംപിൻ്റെ ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇറാൻ യുദ്ധം അമേരിക്ക ഇക്കണോമിക്കലി ഒക്കെ ഒരുപാട് അഫക്റ്റഡ് ആയിട്ടുണ്ട്. അവരുടെ നാട്ടിൽ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. അത് യുദ്ധം കൊണ്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മനോഹരമായ താരിഫ് പ്രയോഗങ്ങൾ കൊണ്ടും കയ്യിലിരിപ്പുകൊണ്ടുമാണ്. എന്തായാലും ശരി, അത് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനെതിരെ എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധം പുനരാരംഭിച്ച് അല്ലെങ്കിൽ ഇറാനെതിരെ ആഞ്ഞടിക്കുക എന്നുള്ളത് ട്രംപിനെ സംബന്ധിച്ച് അത്ര പ്രായോഗികമായ സംഗതിയല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര വൈസായിട്ടുള്ള ഡിസിഷനല്ല. പറ്റാഞ്ഞിട്ടല്ല, ചെയ്യുന്നത് വൈസായിട്ടുള്ള ഡിസിഷനല്ല. അദ്ദേഹത്തിൻ്റെ പാർട്ടി, ട്രംപ് മാത്രമല്ല, ട്രംപിനൊരു വലിയ പാർട്ടിയുണ്ട്. ആ പാർട്ടിയെ കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജോലി അദ്ദേഹത്തിനുണ്ട്. അപ്പം ആ പാർട്ടിക്ക് അത് ക്ഷീണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക വലിയ ഒരു യുദ്ധത്തിന് തുനിയുകയില്ല എന്ന ഒരു ധൈര്യം കൂടിയാണ് ഈ ബഹ്റൈനെയും കുവൈറ്റിനെയും ആക്രമിക്കുന്ന IRGCക്കുള്ളത്. എങ്ങനെയെങ്കിലും ട്രംപിനെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജനപ്രീതി വീണ്ടും കുറയ്ക്കാൻ സാധിച്ചേക്കുമോ എന്നുള്ള ഒരു ചിന്തയും IRGCയുടെ ഭാഗത്തുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും ശരി, അമേരിക്ക ഇപ്പോൾ ഇവർ തരുന്ന ഒരു അടിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊപ്പോർഷണൽ അടി ഖ്വാഷം ഐലൻഡിൽ കൊടുത്ത് അവിടുത്തെ മിലിറ്ററി അസറ്റ്സ് ഒക്കെ തകർത്ത് തൽക്കാലം നിൽക്കുകയാണ്. IRGC കൊണ്ട് നിർത്തുമോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല. കാരണം IRGCയിൽ ഗവൺമെൻറ്റിന് നിയന്ത്രണമില്ല, കരാച്ചിക്ക് നിയന്ത്രണമില്ല. കരാച്ചിയുടെ വാസ്തവത്തിൽ ഒരുതരം നിലവിളിയാണ്. അദ്ദേഹം ഈ IRGCനെ അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഇസ്രായേൽ ഒരു തരത്തിലും പിടിച്ചാൽ നിൽക്കുന്നില്ല. ഒരു നെഗോഷ്യബിൾ ഇസ്രായേൽ തന്നെ തോന്നിയാസനം കാണിക്കുന്നത്. കാരണം IRGCയെ സംബന്ധിച്ച് അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവർ ആക്രമിക്കേണ്ടത് ഇസ്രായേലിനെയാണ്. അല്ലാതെ ഈ കുവൈറ്റിനെയോ ബഹ്റൈനെയോ ആക്രമിക്കുന്നത് കൊണ്ട് തിരിച്ചു കിട്ടിയായിരുന്നു അവർക്ക് നല്ല ധൈര്യമുണ്ട്. അമേരിക്കയുടെ അടുത്തേക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അമേരിക്കൻ ഷിപ്പുകളുടെ നേരെ അവർ ഡ്രോണുകളൊക്കെ അയക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഗുഡ് ബൈ പറഞ്ഞ് കടലിലേക്ക് വീഴുന്നുണ്ട്.
നേരെ മറിച്ച് ഈ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും അയക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ്. അത് ഡയറക്റ്റ്ലി വെർട്ടിക്കലായിട്ട് തന്നെ താഴേക്ക് വരിക, കാരണം വളരെ അടുത്താണ് ഈ പറയുന്ന സിറ്റികളുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അത് ഭൂമിയോട് വളരെ അടുത്ത സ്ഥലത്തായിരിക്കും ചെയ്യുന്നത്. അതിന് ഡെബ്രി വല്ലാതെ താഴേക്ക് വീഴും. ഈ ചെറിയ രാജ്യങ്ങളാണ്, എവിടെ വീണാലും പരിക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത്തരം വലിയ പരിക്കുകൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇവർ ഈ കുവൈറ്റിനെയും ബഹ്റൈനെയും അടിച്ച് ആത്മസംതൃപ്തി നേടുമ്പോഴും ഇസ്രായേലിന് വേണ്ട കാര്യങ്ങൾ, വാസ്തവത്തിൽ ഇറാൻ്റെ ശത്രു ഇസ്രായേലാണ്. ആ ശത്രു അവന് വേണ്ട രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവരോട് ചെയ്യുന്നുണ്ട്. ലെബനോണെ ആക്രമിക്കുന്നുണ്ട്, ഗാസയിൽ ഹമാസിനെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ മുന്നേറുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരുതരം കള്ളനും പോലീസും കളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇതെങ്ങനെയാവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ട സംഗതിയാണ്.